മാസങ്ങൾക്കു ശേഷം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വിവരം കിട്ടി. ആയിഷു വല്ലാത്ത വിശുദ്ധിയുള്ള പെണ്ണാണ്. ഈ പറയുന്നവരൊക്കെ വെറുതെ പറയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ആയത്തിറങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്. ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതമായി നമുക്ക് ആ സൂറത്ത് ചർച്ച ചെയ്യാം, അവിടെ പറയാം. ഏതായാലും ആയത്ത് ഇങ്ങോട്ട് ഇറങ്ങി. ആയത്ത് ഇറങ്ങി നിരപരാധിത്വം എല്ലാവരുടെയും എന്തായി? ആയിഷ ബീവിൻ്റെ അടുത്തൊന്നും പറ്റിയിട്ടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അപ്പം എൻ്റെ മകളുടെ അടുത്തൊന്നും പറ്റിയിട്ടില്ല, സന്തോഷമായി. പക്ഷേ ഈ വിഷയം മുനാഫിഖീങ്ങളുടെ കെണിയിൽപ്പെട്ടുകൊണ്ട് മിസ്തഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാവരോടും ഇതിങ്ങനെ കൊട്ടിപ്പാടി നടന്നിരുന്നു. അത് മിസ്തഹ് റളിയല്ലാഹു അൻഹു മുനാഫിഖീങ്ങളെ കെണിയിൽപ്പെട്ടു പോയി പറഞ്ഞതാ. ആരാണ് ഈ മിസ്തഹ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ മകനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ മകനാണ് മിസ്തഹ്. പോരാ, ഈ മിസ്തഹിന്റെ കുടുംബം പോറ്റുന്നത് ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഓരോ മാസവും ആ കുടുംബത്തിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് ആവശ്യമായ ചെലവിനുള്ള കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ പറ്റി, സ്വന്തം ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകളെ പറ്റി ആണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു നടന്നത്. അപ്പൊ മിസ്തഹ് ഈ വിഷയത്തിൽ വല്ലാതെ കയറിപ്പോയിട്ടുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിഞ്ഞപ്പോ, നാലോ ആയിഷ ബീവി നിരപരാധിയാണെന്ന് അള്ളാഹ് പറഞ്ഞു ചെയ്തല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് വേദനിച്ചു. അത് ഏത് വാപ്പയാണെങ്കിലും ഉണ്ടാവൂലേ? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ശപഥം ചെയ്തു, ഇനി മിസ്തഹിന് എൻ്റെ വക ചെലവില്ല, ഇനി മിസ്തഹിന് ഞാൻ എന്താവൂല, ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടൊരു ശപഥം ചെയ്തു. ആ സമയത്തിറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. വലാ യഗ്തലി ഉലിൽ ഫദ്ലി മിൻകും വസ്സഅതി. നിങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത ചെയ്തിട്ടുള്ള ആളുകൾ, അതേ പ്രകാരം നിങ്ങളുടെ കൂട്ടത്തിലെ മാന്യന്മാരാകുന്ന ആളുകൾ സത്യം ചെയ്തേക്കരുത് കേട്ടോ, സത്യം ചെയ്തേക്കരുത് കേട്ടോ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തു വന്നിട്ടുള്ളവരും അതേ പ്രകാരം മിസ്കീന്മാരും അടുത്ത കുടുംബക്കാരുമായിട്ടുള്ള ആളുകൾക്ക് ഇനി ഞാൻ ചെലവിന് കൊടുക്കുകയില്ല, അവർക്കൊന്നും കൊടുക്കുകയില്ലെന്ന് ഇനി നിങ്ങൾ സത്യം ചെയ്തേക്കരുത് കേട്ടോ എന്ന് അല്ലാഹു തആല പറയുന്നു. അത് പറഞ്ഞു നിർത്തിയില്ല അല്ലാഹ്. പിന്നെ അല്ലാഹ് പറഞ്ഞെന്താരോ, വൽയഅഫു വൽയസ്ഫഹു. ആ സാധുക്കളോട് വിശാലത ചെയ്യുകയും അവർക്ക് മാപ്പ് കൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. അവർക്ക് പുറത്തു കൊടുക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യട്ടെ. എന്നിട്ടും നിർത്തിയില്ല അല്ലാഹു തആല. അടുത്ത ആയത്ത് ശേഷം അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരാൻ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ അടിയാന് പൊറുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു മറുവശം നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഞാൻ നിങ്ങൾക്ക് പുറത്തു തരണോ, എൻ്റെ അടിയാനോട് നിങ്ങൾ പൊറുക്കണം. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ഈ ആയത്ത് അവതരിച്ചു. ഈ ആയത്താട്ട് അവതരിച്ചപ്പോൾ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ, ഞാൻ എൻ്റെ മിസ്തഹിന് പുറത്തു കൊടുത്തിരിക്കുന്നു, മാപ്പ് കൊടുത്തിരിക്കുന്നു. ഇല്ല, ഇതുവരെ ഞാൻ എൻ്റെ മിസ്തഹിന് എന്തൊക്കെ കൊടുത്തോ അതൊക്കെ ഇനിയും ഞാൻ കൊടുക്കുന്നതാണ് റബ്ബേ എന്ന് ആ സമയത്ത് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതാ അവരെ ഈമാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കി, ഇവിടെ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സ്വഹാബിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. അത് അള്ളാഹ് പറഞ്ഞത്, അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തു വന്ന ആളാണ്. പിന്നെയോ മിസ്കീനാണ്. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനുമാണ്.
അല്ലേ? ഭാര്യയുടെ ജ്യേഷ്ഠത്തിന്റെ മകനുമാണ്. അതേ പ്രകാരം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുമാണ്. പക്ഷെ എന്തായി പോയി, ചില സമയത്തൊക്കെ ചില മനുഷ്യന്മാർ ചില സ്ലിപ്പിൽ വിട്ടുപോകില്ലേ, മുനാഫിഖീങ്ങളുടെ കെണിയിൽ പെട്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഒരു വേറൊരു വശം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, കണ്ണുകൊണ്ട് കണ്ടിട്ട് പറഞ്ഞതല്ല. ഈ മുനാഫിഖീങ്ങൾ പറഞ്ഞു വരുത്തിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഊഹത്തിന്റെ പേരിലാണ് ഇത്രയും വലിയ ഒരു അപവാദം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി പറഞ്ഞത്. ആരെപ്പറ്റി? അള്ളാന്റെ റസൂലിന്റെ ഭാര്യയെ പറ്റി. മുത്തുനബിന്റെ മനസ്സത്ര വേദനിക്കും. അവിടെ അള്ളാഹു തആല ചിന്തിച്ചോ, എന്ത് പറഞ്ഞിടന്നല്ലോ, ആലോചിക്കാതെ പറഞ്ഞതല്ലേ, കിടക്കട്ടെ അവിടെ. ആ ഒരു നയത്തിലേക്ക് അല്ലല്ലോ അള്ളാഹ് വന്നത്. എന്തായി? ഇത് ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടപ്പോ ഉടനെ മിസ്തഹ് റളിയല്ലാഹു അൻഹു തൗബ ചെയ്തു. വിഷയത്തിന്റെ പോക്ക് നമ്മൾ മനസ്സിലാക്കണം. ഉടനെ മിസ്തഹ് റളിയല്ലാഹു അൻഹു തൗബ ചെയ്തു. ആ തൗബ ആത്മാർത്ഥമായ തൗബയായപ്പോൾ അല്ലാഹു തആല അത് സ്വീകരിച്ചു. ആ തൗബ അല്ലാഹ് സ്വീകരിച്ചപ്പോൾ കണ്ടോ നിങ്ങൾ, റബ്ബ് എവിടെ നിന്നു? പാപപ്പെട്ട മിസ്തഹിന്റെ കൂടെ നിന്നു. ഇപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതേ പ്രകാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ. എന്തായി? നിങ്ങൾ എന്താവരുത്, മനസ്സിൽ വെച്ച് നടക്കരുത്. ചെലവിന് കൊടുക്കണത് കൊടുക്കണം, കൊടുക്കൂലെന്ന് ഇനി നിങ്ങൾ പറയരുത്. എന്നിട്ട് റബ്ബ് പറഞ്ഞത് എന്താ? ഞാൻ നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കൂ മിസ്തഹിന്. ഇത് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ മാത്രം ബാധകമല്ലല്ലോ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ബാധകമായ ഒരു സന്ദേശമാണ്. എന്താ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? നമ്മളെ റബ്ബിന്റെ കൃപ എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. സാധാരണഗതിയിൽ എന്താ, കുറച്ചവിടെ കിടക്കട്ടെ, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക. കുറച്ചൊന്നും എന്താ പറയട്ടെ, ആരെ പറ്റിയാ പറഞ്ഞത്, അങ്ങനെയായിട്ട് പറയല. കുറച്ചവിടെ കിടക്കട്ടെ, ഇനി ചെലവിനൊക്കെ കുറച്ചവിടെ നിൽക്കട്ടെ, ഒന്ന് വയലട്ടെ, എന്നിട്ടൊന്ന് പഠിച്ചട്ടെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താവാ പിന്നൊന്ന് ആലോചിക്കാം. അങ്ങനെയാണോ അല്ലാഹു തആല എന്തായത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ വിഷയം. നമ്മളുടെ റബ്ബിനെ പറ്റി മനസ്സിലാക്കാൻ ഇതിലും വലുത് എന്താ വേണ്ടത്? അപ്പോൾ ഈ സംഭവം ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ആയത്തിൻ്റെ അവസാനം കണ്ട ആയത്ത് അല്ലാഹു ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അല്ലാഹു ഗഫൂർ. പിന്നെ അതിൻ്റെ ശേഷമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. അല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ പൊറുക്കുന്നവനാണ്. അള്ളാഹ് പൊറുക്കണവനാണെന്ന് മാത്രം പറഞ്ഞു നിർത്തില്ല, വല്ലാതെ പൊറുക്കുന്നവനാണ് അല്ലാഹു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ പടച്ചോന്. ആ റബ്ബ്, ഇങ്ങനെയൊക്കെയുള്ള റബ്ബ്, ആ റബ്ബ് അവസരങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദിവസങ്ങൾ ദുനിയാവിൽ വീണ്ടും വിചാരത്തിന് വേണ്ടിയിട്ടും മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടും റബ്ബ് കൊടുത്തിട്ടും അതിൽ 10,000-ഉം ലക്ഷക്കണക്കിനും മണിക്കൂറുകൾ അവരുടെ മുൻപിൽ ഉണ്ടായിട്ടും ആ സമയങ്ങളൊന്നും അതിൽപ്പെട്ട ഒരു സമയമെങ്കിലും അതിനു വേണ്ടി വീണ്ടും വിചാരത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നുവെങ്കിൽ പടച്ച റബ്ബ് അവരെ കൈകാര്യം ചെയ്യൂല. അതൊന്നും ചെയ്യാത്തവരെ പറ്റിയാണ് ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷകൾ ഉണ്ടാകും എന്ന് പറഞ്ഞത് എന്ന് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാണ്.